പേജ് നമ്പർ 37 തേർഡ് ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ഓഡ് നമ്പേഴ്സ് ലൈക്ക് 1, 3, 5 ആർ ടു ബി ആഡഡ് ടു ഗെറ്റ് 400? നമുക്ക് 1, 3, 5 എന്ന് പറയുന്ന എത്ര നമ്പേഴ്സ് പ്ലസ് ചെയ്താലാണ് 400 കിട്ടുക? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1, 3 കൂട്ടിയാൽ, അതായത് ആദ്യത്തെ 2 നമ്പർ കൂട്ടിയാൽ 2 × 2 2 സ്ക്വയർ 4 കിട്ടുക. അതുപോലെ 3 നമ്പർ പ്ലസ് ചെയ്താൽ 1 + 3 + 5 ആണെങ്കിൽ 9 കിട്ടുക. 3 നമ്പേഴ്സ് ആകുമ്പോൾ 3 നമ്പേഴ്സ് ആണെങ്കിൽ 3 × 3 9. 4 നമ്പേഴ്സ് ആണെങ്കിൽ 4 × 4 16. 5 നമ്പേഴ്സ് ആണെങ്കിൽ 5 × 5 25. അപ്പോൾ ഇവിടെ നമുക്ക് 400 കിട്ടണമെങ്കിൽ അതെന്തായിരിക്കണം? 20 × 20 നമ്പേഴ്സ് ആയിരിക്കണം. അപ്പോൾ ആദ്യം എക്സാമ്പിളായിട്ട് 1, 3, 5, 7, 9. 5 നമ്പേഴ്സ് ആകുമ്പോൾ 5 × 5 25. പിന്നെ 10 നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട്. 10 നമ്പേഴ്സ് ആകുമ്പോൾ 10 × 10 100. അതേപോലെ പോയിട്ട് 20 നമ്പേഴ്സ് ആകുമ്പോഴാണ് 20 × 20 100 വരിക. അപ്പം നമുക്ക് ആദ്യത്തെ 20 നമ്പേഴ്സ് 20 ഓഡ് നമ്പർ ആഡ് ടു ഗെറ്റ് 400. അപ്പം ഓർമ്മിക്കേണ്ടത് 400 ഇൻറ്റു ചെയ്താൽ കിട്ടുന്ന നമ്പർ ഏതാണെന്നാണ് നോക്കേണ്ടത്. നെക്സ്റ്റ്, വിച്ച് ഈസ് ദ ലാസ്റ്റ് ഓഡ് നമ്പർ ആഡഡ് ഇൻ ദിസ്? നമുക്ക് ആ പാറ്റേൺ നേരത്തെ എഴുതിയത് കണ്ടല്ലോ. അതിൽ 1, 3, 5, 7, 9 എന്ന് പറഞ്ഞിട്ട് ഞാൻ 39 വരെ നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ 39 ആയിരിക്കും ലാസ്റ്റ് നമ്പർ എന്ന് പറയുന്നത്. 39 ആണ് ലാസ്റ്റ് നമ്പർ എന്ന് പറയുന്നത്. 1, 3, 5, 7 20ാമത്തെ നമ്പർ. ക്വസ്റ്റ്യൻ നമ്പർ 4, വിച്ച് ഈസ് ദ 15th ഓഡ് നമ്പർ? 15ാമത്തത് 15th ഓഡ് നമ്പർ ഏതാണ്? 4ാമത്തെ ക്വസ്റ്റ്യൻ 15ാമത്തെ ഓഡ് നമ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ 1, 3, 5, 7 എന്ന് പറഞ്ഞിട്ട് 15 എഴുതുമ്പോഴുള്ള നമ്പർ 29 ആയിരിക്കും. ഇനി വാട്ട് ഈസ് ദ സം ഓഫ് ഓഡ് നമ്പേഴ്സ് ഫ്രം 1 to ദിസ് നമ്പർ? അതായത് 1 to 15 വരെയുള്ള നമ്പറിൻ്റെ സം എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ നേരത്തെ 1 to 20 വരെ ചെയ്തിട്ടുണ്ട്. 1 to 20 വരെ എന്താണ് കിട്ടിയത്? 20 × 20 ആണെങ്കിൽ 1 to 15 നമ്പേഴ്സ് ആണെങ്കിൽ 15 × 15 ആണ്. ആ ലാസ്റ്റ് നമ്പർ 15 അല്ല വരിക. 15 നമ്പേഴ്സ് 1, 3, 5, 7 എന്ന് പറഞ്ഞിട്ട് പോകുന്ന പാറ്റേണിൽ നമുക്ക് 15 നമ്പേഴ്സ് ആഡ് ചെയ്താലാണ്, അതായത് 29 വരെയുള്ള നമ്പർ ആഡ് ചെയ്താലാണ് നമുക്ക് 15 × 15 കിട്ടുക. അത് 225 ആയിരിക്കും. 4ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ 1, 3, 5, 7 etc 29 വരെയുള്ള സമ്മാണ്. 15 നമ്പേഴ്സാണ് ഉണ്ടാവുക. 15 × 15 എന്ന് പറയുമ്പോൾ 225 ആണ് കിട്ടുക. നെക്സ്റ്റ്, ലുക്ക് അറ്റ് ദീസ് പിക്ചേഴ്സ്. ഇവിടെ ഇപ്പോൾ നിങ്ങൾ കാണും 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആകെ ഇങ്ങോട്ടേക്ക് 2 ആകെ 4 ഡോട്ട്സ് ചെയ്തിട്ടുണ്ട്. അതിന് നമ്മൾ ഈ ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ 1 + 2 + 1 ആണ്. പിന്നെ നമ്മൾ 3 ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 3 3s are 9 ആണ് നമുക്കറിയാം. ഇങ്ങോട്ടേക്കും 3 ഇങ്ങോട്ടേക്കും 3 സ്ക്വയർ നമ്പറാണ്, 9 ആണ് കിട്ടുക. പക്ഷെ അത് അറേഞ്ച് ചെയ്തത് നിങ്ങൾ നോക്കുക. 1 + 2 + 3 + 2 + 1. അടുത്തത് ഇതേപോലെ തന്നെ 16 നമ്പർ 4 × 4 ആണ്. 1 + 2 + 3 + 4 + 3 + 2 + 1. ഈ രീതിയിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇതേപോലെ നമുക്ക് 25 റെഡ് ഡോട്ട് എങ്ങനെയാണ് നമ്മൾ അറേഞ്ച് ചെയ്യുക? അതുപോലെ 36 എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുക? ക്യാൻ യു റൈറ്റ് 100? നമുക്ക് 100 വരുന്നത് ഇതുപോലെ എഴുതാൻ പറ്റുമോ? അപ്പോൾ 5ാമത്തിൻ്റെ ആൻസറിൽ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. 25 നമ്പേഴ്സ് ഇങ്ങോട്ടേക്കും 5 ഇങ്ങോട്ടേക്കും 5 അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ 25 ഡോട്ടാണുള്ളത്. അതിൽ 1 + 2 + 3 + 4 + 5 നിങ്ങൾ എഴുതുമ്പോൾ ഈ ഡോട്ടൊക്കെ കൃത്യമായിട്ട് നേരെ ഉണ്ടാവണം. സ്ക്വയർ നമ്പർ രീതിയിൽ തന്നെയാണ്. ഇങ്ങോട്ടേക്കും 6 ഇങ്ങോട്ടേക്കും 6. പിന്നെ ഇതേപോലെ സ്കെയിൽ വെച്ചിട്ട് അറേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പാറ്റേൺ ആണ് കിട്ടുക. അടുത്തത് നമ്മൾ 36 നമ്പർ അറേഞ്ച് ചെയ്യുന്നതാണ്. 36 എന്ന് പറയുമ്പം 6 × 6 ആണ് 36. ഇങ്ങോട്ടേക്ക് 6ഉം ഇങ്ങോട്ടേക്കും 6 അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ 1 + 3 + 4 + 5 + 6. ഓർമ്മിക്കണം, നമുക്ക് 6 ഇങ്ങോട്ടും ചെയ്താൽ നമ്മൾ 1 to 6 വരെ എഴുതി കഴിഞ്ഞിട്ട്, അതായത് ഇങ്ങോട്ടേക്കും 6 ഇങ്ങോട്ടേക്കും 6 ആണല്ലോ. 5 ആകുമ്പോൾ നമ്മൾ 5 വരെ എണ്ണി കഴിഞ്ഞിട്ട് പിന്നെ ആദ്യം 4 3 2 1 വരും. ഇവിടെ ഇപ്പോൾ നമുക്ക് 6 വരെ ആയതുകൊണ്ട് 1 to 6 വരെ എഴുതിയിട്ട് 5 4 3 2 1 വരെ. അടുത്തത് നമ്മളോട് 100 ഇതേപോലെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 100 ഇതുപോലെ എഴുതുമ്പോൾ നമുക്ക് ഈ പിക്ചർ വരെയണമെന്നില്ല. പറയുമ്പോൾ നമുക്ക് ഇങ്ങോട്ടേക്കും 10 ഇങ്ങോട്ടേക്കും 10 വേണം. നമുക്കതിന് എളുപ്പ വഴി എന്ന് വെച്ചാൽ 1 + 2 + 3 10 വരെ എഴുതിയിട്ട് പിന്നെ വീണ്ടും 9 8 7 6 5 4 3 2 1 ഇങ്ങനെ അറേഞ്ച് ചെയ്താൽ മതി. നമുക്ക് നമ്പേഴ്സ് എങ്ങനെയാണ് എഴുതുക ആ കാര്യം ഒന്ന് കാണിച്ചു കൊടുക്കുക.